പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നത് ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു. ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഈസ് കോൾഡ് ലെയറിംഗ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ലെയറിംഗ് എന്ന് പറയുന്നത്? നമുക്ക് ലെയറിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, പലതരത്തിലുള്ള പ്ലാന്റിനെയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില പ്ലാന്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ചെമ്പരത്തിൽ തന്നെ മഞ്ഞപ്പൂക്കളുള്ള, വെള്ളപ്പൂവുള്ള, നീലപ്പൂവുള്ള, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി ഫ്ലവേഴ്സ് ഒരു പെർട്ടിക്കുലർ മരത്തിൽ ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും സംഭവിക്കുന്നത് ലെയറിംഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ എന്താണ് ലെയറിംഗ് എന്ന് പറയുന്നത്? The development of the root on a stem while the stem is still attached to the parent plant is called layering. അത് നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവിടെ നമ്മൾ റൂട്ടിനെ ഉണ്ടാക്കുകയാണ്. റൂട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് നമുക്ക് ഈ റൂട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇവിടെ നമ്മൾ ചില തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള മണ്ണിനെ നമ്മൾ അവിടെ തേച്ചു പിടിപ്പിച്ച് അതിന്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ we can see the beautiful roots that are arised from a particular branch of the stem. The layer is the rooted stem following detachment removal from the parent plant. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ നമ്മൾ റൂട്ട് പിടിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഒരു 10 വർഷം പ്രായമുള്ള ഒരു പ്ലാന്റിന്റെ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ റൂട്ട് ഉണ്ടാക്കിയിട്ട് ആ റൂട്ട് ഉണ്ടായ പോർഷൻ നമ്മൾ ആ പാരന്റ് പ്ലാന്റിൽ നിന്ന് മുറിച്ചു മാറ്റി വേറൊരു സ്ഥലത്ത് പ്ലാന്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ ലെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള ലെയറിംഗ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? സിമ്പിൾ ലെയറിംഗ്. ബെൻഡ് ദ സ്റ്റെം ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലോട്ട് ബെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റെമ്മില് കവർ പാർട്ട് ഓഫ് ഇറ്റ് വിത്ത് സോയിൽ. ഇതിന് സ്വാഭാവികമായിട്ടും ഇതിന് സോയിൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ലീവിംഗ് ദ ലാസ്റ്റ് 6 to 12 inches exposed. Bend the tip into the vertical position and stake in place. The sharp bend will often induce rooting, but wounding the lower side of the branch or losing the bark by twisting the stem may be helped. This method is successful with rhododendron and honeysuckle. അത് ഇങ്ങനെയുള്ള ചില പ്ലാന്റിന്റെ പോർഷൻസ് ഉണ്ടാവും. ഈ പോർഷൻ യഥാർത്ഥത്തിൽ മുകളിലോട്ട് വരേണ്ട എല്ലാ ബ്രാഞ്ചുകൾക്കും വിപരീതമായിട്ട്, ഘടകവിരുദ്ധമായിട്ട് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് മാത്രം മണ്ണിന്റെ അടിയിലോട്ട് പോവുകയാണ്. അങ്ങനെ മണ്ണിന്റെ അടിയിലോട്ട് ആ ബ്രാഞ്ച് പോയി കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിലെ ഒരു പെർട്ടിക്കുലർ പോർഷനെ നമ്മൾ എടുത്തു മാറ്റി നമ്മൾ പുറത്ത് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സിമ്പിൾ ലെയറിംഗ് വിത്തൗട്ട് ആഡിങ് എനി അഡീഷണൽ ന്യൂട്രിയൻസ്. കാരണം അത് സോയിലിൽ തന്നെയാണ് വളരുന്നത്. അങ്ങനെ സോയിലിൽ തന്നെ വളരുന്ന ഇത്തരത്തിലുള്ള ഒരു ബ്രാഞ്ചിനെ എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിനെ വളർത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സിമ്പിൾ ലെയറിംഗ്. ഇനി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് ലെയറിംഗ് എന്ന് നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ലെയറിംഗിന്റെ ഡെഫിനിഷൻ? ലെയറിംഗ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ റൂട്ട്സ് ഓൺ എ സ്റ്റെം while it is still attached to the parent plant. The rooted stem is then attached to become a new plant growing on its own roots. Thus rooted stem is known as a layer. അപ്പൊ ഒരു സത്യം പറഞ്ഞാല് ഈ സ്റ്റെമ്മിൽ നിന്ന് ഒരു റൂട്ടഡ് ആയിരിക്കുന്ന പോർഷനെ സെപ്പറേറ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള പോർഷനെ നമ്മൾ റൂട്ടഡ് ലെയർ, റൂട്ടഡ് സ്റ്റെം എന്ന് തന്നെ പറയാം. അതിന് പോപ്പുലർ ആയിട്ട് നമ്മൾ പറയുന്ന പേര് മാത്രമാണ് ലെയർ എന്നത്. കോമ്പൗണ്ട് ലെയറിംഗ് എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ്. എന്താണ് കോമ്പൗണ്ട് ലെയറിംഗ്? ദിസ് മെത്തേഡ് വർക്ക്സ് ഫോർ ദ പ്ലാന്റ് വിത്ത് ഫ്ലെക്സിബിൾ സ്റ്റെം. ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന സ്റ്റെമ്മിലാണ് ഇത് നടക്കുക. സോ ലൈക്ക് വൈസ് ഇങ്ങനെയുള്ള സ്റ്റെമ്മിൽ bend the stem to the rooting medium as with the simple layering, but alternatively cover and expose stem sections, wound the lower side of the stem section to be covered. അങ്ങനെ ഈ രീതിയിലും ചില സമയത്ത് നമ്മൾ പോർഷൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ദാറ്റ് ടൈപ്പ് ഓഫ് ലെയറിംഗ് ഇസ് കോൾഡ് കോമ്പൗണ്ട് ലെയറിംഗ്. നോക്കൂ നിങ്ങൾ, ഇനി വളരെ പ്രധാനപ്പെട്ട ചില മെത്തേഡുകൾ നമുക്ക് നോക്കാം. മൗണ്ട് സ്റ്റൂൾ ലെയറിംഗ് എന്ന് പറഞ്ഞൊരു മൗണ്ട് സ്റ്റൂൾ. ഓക്കെ, എന്താണ് മൗണ്ട് സ്റ്റൂൾ? കട്ട് ദ പ്ലാന്റ് back to 1 inch above the ground in a dormant season. Mount soil over the emerging shoot in spring to enhance their rooting. This method is successful with gooseberries and apple root stock. അതായത് ഒന്നുമില്ല, നമ്മള് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള പോർഷനിൽ കംപ്ലീറ്റ് മണ്ണിന്റെ ഒരു കൂനയുണ്ടാക്കും. ആ മൺകൂന ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് റൂട്ട്സ് ഉണ്ടാവും.
സോ ചുരുക്കി പറഞ്ഞാൽ ലെയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് മേക്കിംഗ് റൂട്ട്സ് വേർ എവർ ഇറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റൂട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഇവിടം വരെ നമുക്ക് റൂട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? നമ്മളിവിടെ കംപ്ലീറ്റ് മണ്ണ് കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെമ്മിന് എടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ലെയറിംഗ് എന്ന് പറയുന്നത്. ദിസ് ലെയറിംഗ് ഇസ് കോൾഡ് മൗണ്ട് ലെയറിംഗ്. മൗണ്ട് എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ്. ഒരു പർവ്വതം പോലെയുള്ള ഒരു പോർഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിനെയാണ് നമ്മൾ മൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് ടിപ്പ് ലെയറിംഗ്. ടിപ്പ് ലെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നുമില്ല, ടിപ്പിൽ നമ്മൾ റൂട്ട് ഉണ്ടാക്കിയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ഇതൊരു പ്ലാന്റിന്റെ ടിപ്പാണ്. ഈ ടിപ്പ് പോർഷനിൽ നമ്മൾ മണ്ണിനോട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നമ്മൾ റൂട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ദാറ്റ് ഇസ് കോൾഡ് ടിപ്പ് ലെയറിംഗ്. Tip layering is the practiced in such a plants which have a got trailing type of shoots. In tip layering, growing tip of each plants are bent down and buried in the soil to a depth of 5 to 7.5 centimeter, or they may be inserted in pots. The covered portion become etiolated and swollen and streaks out root within 2 to 3 weeks. The root layer is then severed for the mother plant and transplanted either in a permanent location or in the nursery. Example: blackberries, raspberries, gooseberries, then caran, etc. These are some of the common plants by which we can make rooting by the method of layering. Then next one is called air layering. Air layering എന്ന് പറഞ്ഞാൽ എന്താണ്? എയറിൽ റൂട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇങ്ങനെയുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റിന്റെ ഈ പോർഷനിലൊക്കെ നമുക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന മെത്തേഡുകളാണ്. അതായത് ഇത് പ്ലാന്റിന്റെ ഒരു എന്താ പറയാ എയറിലുള്ള, അതായത് വളരെ ഫ്രീ ആയിട്ടുള്ള പോർഷനിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ന്യൂട്രിയന്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഈ പറയുന്ന മെത്തേഡ് വഴി റൂട്ട് ഉണ്ടാക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എയർ ലെയറിംഗ് എന്ന് പറയുന്നത്. എന്താണ് എയർ ലെയറിംഗ്? ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ചൈനീസ് ലെയറിംഗ്. ഇതിന് പോപ്പുലർ ആയിട്ട് വേറൊരു പേരും പറയാൻ ദിസ് ഇസ് കോൾഡ് ചൈനീസ് ലെയറിംഗ്, പോട്ട് ലെയറിംഗ്, മാർക്കോട്ടേജ് ആൻഡ് ഗൂട്ടി. ഇതൊക്കെ അത് കോമൺ ആയിട്ട് പറയുന്ന പേരുകളാണ്. Air layering is very popular and practiced in wide range of plants because the method is easily to perform, does not require any specialized equipment and does not disturb the plant. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ലെയറിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് എയർ ലെയറിംഗ് ആണ് അല്ലെ? നമ്മുടെ നാട്ടിലെ മിക്കവാറും പ്ലാന്റുകളിൽ എയർ ലെയറിംഗ് ചെയ്യാറുണ്ട്. ഈവൻ വീട്ടിൽ പോലും നമ്മൾ ചെയ്യാറുണ്ട്. ജനറലി ലോങ് 1 to 2 year old shoots are used for this. 2 വർഷം പഴക്കമുള്ള സ്റ്റെമ്മിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ലെയറിംഗ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ്, the leaves are removed from the base of the selected shoot. Then the stem is given a notch or girdled by removing the ring of bark about 2 to 3 centimeter wide. അങ്ങനെ 2 to 3 സെന്റിമീറ്റർ വരെ നമ്മൾ വൈഡില് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. The girdle help in building up high carbohydrate and hormone reserve which are necessary for easy and profuse rooting. അങ്ങനെയുള്ള ബ്രാഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും, അവിടെ വളരെ പെട്ടെന്ന് റൂട്ട് വരും. കാരണം അവിടെ പലതരത്തിലുള്ള ഹോർമോണിന്റെ അവൈലബിലിറ്റി നമുക്ക് കാണാൻ കഴിയും. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻഡ് പെർഫെക്റ്റ് മെത്തേഡ് ദാറ്റ് വി ആർ കോമൺലി യൂസിങ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ്. The cut surface is sometimes treated with hormone to bring about further improvement in rooting. അങ്ങനെയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫർദർ ആയിട്ട് പലതും ആഡ് ചെയ്യുകയാണെങ്കിൽ we can improve the quality of the particular stem. The ringed or girdled area is then covered with a handful of moist soil. അങ്ങനെ ആ രീതിയിൽ നമ്മൾ പലതരത്തിലുള്ള പ്രാക്ടീസ് ഇങ്ങനെ എയർ ലെയറിംഗിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഡീറ്റെയിലേക്ക് പോകുന്നില്ല ഞാൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ സാധാരണ പറയുന്ന മെത്തേഡ്. അപ്പൊ നമ്മൾ 3 പ്രധാനപ്പെട്ട മെത്തേഡാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബഡിങ്, സെക്കൻഡ് വൺ ഗ്രാഫ്റ്റിംഗ് ആൻഡ് തേർഡ് വൺ ലെയറിംഗ്. ഇത് ചിലപ്പോൾ ഏതും പരീക്ഷയ്ക്ക് ചോദിക്കാം, ചിലപ്പോൾ എയർ ലെയറിംഗ് മാത്രം സെപ്പറേറ്റ് ചോദിക്കാൻ പറ്റും. ഇറ്റ് ഇസ് എ സിമ്പിൾ ടോപ്പിക്. എല്ലാത്തിന്റെയും നോട്ട്സ് ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. താങ്ക് യു.